എന്തോ നോക്കുന്നുണ്ടോ ഫോറസ്റ്റ് തിക്കസ്റ്റ് ഇവിടെ ആരും ഇല്ലേടേ. മരം മുറിക്കുന്നു കേട്ടോ, പോവാൻ പറ്റൂലെന്ന് തോന്നുന്നു. തേങ്ങാടേ ചോദിച്ചു നോക്കാം. അപ്പം മുന്നിൽ ഇപ്പൊ ഈ കാണുന്ന പോലെ വലിയൊരു മരം മുറിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അത് പിഴുത് വീണതാണെന്ന് തോന്നുന്നു ഈ മഴയത്തെ. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ ഇന്നും രാവിലെ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പുതിയൊരു വീഡിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്മലയാണ്. ഇവിടെ തിരുവനന്തപുരം ഉള്ളവർക്ക് മിക്കവർക്കും അറിയായിരിക്കും റോസ്മല. അപ്പോൾ ഞാൻ റൂട്ടിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ പറയാം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് 13 കണ്ണറ പാലം അവിടെയാണ് കേട്ടോ. അതായത് നമ്മൾ ഈ ട്രിവാൻഡ്രം തിരുവനന്തപുരം തമിഴ്നാട് ബോർഡറിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു പാലം. ഇപ്പോൾ നിങ്ങൾ മുന്നിൽ കാണുന്ന പോലെ 13 ഇതുപോലുള്ള അറകളാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു പാലത്തിന് 13 കണ്ണറ പാലം എന്ന് പേരുള്ളത്. നേരത്തെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊക്കെ കയറാൻ പറ്റുമായിരുന്നേ. ഇപ്പോൾ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം ഇവിടെ വെച്ചൊരു 1-2 ആക്സിഡൻറ്റുകളൊക്കെ സംഭവിച്ചായിരുന്നു. ഇതിന് മുകളിലൂടെ ട്രെയിനാണ് പോകുന്നത്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഓരോരുത്തർ കയറി മുകളിൽ കയറി നിൽക്കുമ്പോൾ അങ്ങനെ ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ ക്ലോസ് ചെയ്തായിരുന്നു. ഇപ്പോൾ എന്താണ് പുതിയ അപ്ഡേറ്റ് എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഗായ്സ്, നമ്മൾ വന്ന റൂട്ട് എന്ന് പറയുന്നത് തെന്മല റൂട്ടാണ്. അതായത് തെന്മലയിൽ നിന്ന് പാലരുവി തെങ്കാശിയൊക്കെ പോകുന്ന റൂട്ടുണ്ടല്ലോ, ആ ഒരു റൂട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇതിൽ തെന്മല കഴിഞ്ഞിട്ട് കുറേ കൂടെ ഏകദേശം ഒരു 14 കിലോമീറ്ററോളം പോകുമ്പോഴാണ് ഈ പാലരുവി വാട്ടർഫാൾ വരുന്നത്. വാട്ടർഫാളിലോട്ട് പോകുന്ന ഡീവിയേഷൻ വരുന്നത്. അവിടെ നിന്ന് പിന്നെ കുറച്ച് ഫോറസ്റ്റിനുള്ളിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ ആ ഒരു ഡീവിയേഷൻ എടുക്കാതെ അതിന് മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്ത ഒരു റൈറ്റിലോട്ടുള്ള ടേണാണ് നമുക്ക് റോസ്മലയിലോട്ട് പോകേണ്ടത്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് നമുക്ക് റോഡിലൂടെ പോകുമ്പോഴത്തേക്കും വൃത്തിക്ക് കാണാനായിട്ട് പറ്റില്ല കേട്ടോ. വണ്ടിയിൽ പോകുമ്പോൾ സൈഡിലൂടെ വെള്ളം പോകുന്നുണ്ട്, ഒരു അരുവി പോകുന്നുണ്ട്. അത് നമ്മൾ ഈ പാലരുവി വാട്ടർഫാളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ പാലരുവിയിൽ ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. ഡേഞ്ചറാണ്, എന്നാലും പ്രദേശവാസികളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി കുളിക്കുന്നുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴി തന്നെ കാണാം അതൊക്കെ. അതുകൊണ്ട് പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഇവിടങ്ങളിലുള്ള എല്ലാവരും തുണി അലക്കുന്നതും കുളിക്കുന്നതും ഒക്കെ ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ആ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മളത് കാണിക്കാത്തത് കൂടുതലായിട്ട്. കുറച്ച് ആളൊഴിഞ്ഞൊരു പോഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ആ ഒരു ഭാഗം കൂടെ ഉൾപ്പെടുത്താം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മുന്നിലായിട്ടുള്ളത് ഒരു വെഹിക്കിൾ ചെക്ക് പോസ്റ്റ് ആണ്. അപ്പോൾ അവിടെ ചെക്കിങ് ഉണ്ടോ എന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് വലിയ വണ്ടികൾ മാത്രമാണ് ചെക്കിങ്. ഒരു പ്രാവശ്യം നമ്മളെ പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. കുറച്ച് ബാൻഡായിട്ടുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്താണ് കൊണ്ടുവരുന്നതെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിടിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് വരുന്ന വണ്ടികളാണ് കൂടുതലും ചെക്ക് ചെയ്യുന്നത്. ഇവിടെ അങ്ങോട്ട് പോകുന്ന വണ്ടികൾ ബൈക്കൊന്നും അങ്ങനെ ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും ഇനി മുന്നോട്ട് വരുന്നത് ആ ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ കൂടുതൽ ക്യാമറ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഗൈസ്, നമ്മൾ ആര്യങ്കാവ് ഡിവിഷനിലെത്തിയ ഇപ്പോൾ സൈഡിൽ ബോർഡ് ഉണ്ടായിരുന്നു. നമുക്കത് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റിയില്ല, നമ്മൾ സ്പീഡിൽ വരികയായിരുന്നേ. അപ്പോൾ ആര്യങ്കാവ് ഡിവിഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതിനടുത്താണ് നമുക്ക് ഈ പറയുന്ന ചെക്ക് പോസ്റ്റും അതുപോലെ പാലരുവിയൊക്കെ വരുന്നത്. അപ്പം ഈ പോർഷൻ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുവഴി കൂടുതലും വലിയ ട്രെയിലറുകളാണ് കേട്ടോ പോകുന്നത്. അതുമാത്രമല്ല വീതി കുറഞ്ഞ റോഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുവഴി പോകുന്നവർ ആ ഒരു ശ്രദ്ധയിൽ തന്നെ പോവുക. കാരണം ഓവർടേക്ക് ചെയ്യുന്നതൊക്കെ അലൗഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രം ഓവർടേക്ക് ചെയ്യാനായിട്ട് നോക്കുക. കാരണം വലിയ വണ്ടികളാണ്, നമുക്ക് ഫ്രണ്ടൊന്നും കാണാനായിട്ട് സാധിക്കില്ല. കാരണം നല്ല വളവുകളാണ്. അപ്പോൾ അപകടങ്ങൾ ഇവിടെ എല്ലായിടത്തും ബോർഡുണ്ട്, അപകട മേഖല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് മാത്രം പോകും. ഒരുപാട് ആക്സിഡൻറ്റുകൾ നടക്കുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചെക്കിങ്ങും വളരെ കൂടുതലാണ്. ഒരുപാട് ചെക്കിങ് ഉണ്ട്. വഴിയിലൊക്കെ ചെക്കിങ് ഉണ്ടായിരുന്നു. 1-2 ചെക്കിങ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുത്തില്ല, ഞങ്ങളെ പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കുക. മാത്രമല്ല നമ്മൾ പാലരുവി എത്തുന്നതിൻ്റെ ആ ഒരു അടുത്തെത്തി. അതായത് നമ്മളിപ്പോൾ ഈ മുന്നിൽ കാണുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു വഴിയാണ് നമുക്ക് റൈറ്റിലോട്ടാണ് പാലരുവിയിലോട്ട് പോകേണ്ടത്. പാലരുവി പോകുന്ന റൂട്ട് ഇതാണ്. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് കൂടുതൽ ദൂരോട്ടൊന്നും പോകാനായിട്ട് പറ്റില്ല. ഇതാണ് ഇവിടുത്തെ വെഹിക്കിൾ ചെക്കിങ്. നമ്മൾ RTO വരെ ചെക്ക് പോസ്റ്റ് ഇതാണ്. ഇവിടെയാണ് കഴിഞ്ഞ തവണ നമ്മൾ തിരിച്ച് തമിഴ്നാട് തെങ്കാശി പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പിടിച്ച് നിർത്തിയത് ഈ ഒരു പോർഷനിലാണ്. മഴയാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഗായ്സ് ഈ മഴ ടൈം ആയതുകൊണ്ട് മുന്നോട്ടുള്ള ഒന്നും കാണാനായിട്ട് പറ്റില്ല. കാരണം ഫുള്ള് പുകയാ.
മഴയായിരിക്കും. ഇപ്പൊ തന്നെ 11 മണി ആവാറായി. പക്ഷേ ഇതുവരെ സൂര്യനൊന്നും വന്നിട്ടില്ല കേട്ടോ. നല്ല മഴക്കോളാണ്. തെന്മല സൈഡൊക്കെ എങ്ങനെയാണെന്ന് അടിപൊളി സ്ഥലമല്ലേ, ഫുള്ള് മരങ്ങളും വീടുകളും അല്ലേ. ഇതൊക്കെ കാട് ഏരിയ, കാട് ഒരുപാട് മല ഏരിയയിലായതുകൊണ്ട് ഈ വെസ്റ്റേൺ ഗട്ട്സ് അല്ലേ സൈഡ്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ താഴ്വര ആയതുകൊണ്ടാണ് ഇത്രയും മരങ്ങളും നല്ല തണുക്കും. നല്ല കിടിലം തണുക്കും. ജാക്കറ്റ് ഇട്ടിരുന്നിട്ട് പോലും തണുക്കും. പൊന്മുടിയിലൊക്കെ പോകുമ്പോൾ ഒരു ഫീൽ അല്ലേ. പൊന്മുടി പോകുന്ന പക്ഷെ ഇത്രയും കടകളൊന്നും പൊന്മുടി ഇല്ല. ഫോറസ്റ്റ് റൂട്ടാണ് ഇത്. പക്ഷേ കുറച്ചുകൂടെ വലിയ റൂട്ട്. തമിഴ്നാട് പോകുന്ന മെയിൻ ഒരു റൂട്ടാണ്. ഈ ട്രെയിലർ ഗുഡ്സുകൾ എല്ലാം ഇതുവഴിയാണ് മെയിനായിട്ട് പോകുന്നത്. ഗായ്സ് നമ്മള് നൈസായിട്ട് വഴിയൊന്ന് കഴിഞ്ഞു പോയി. അവിടെയായിരുന്നു സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും വഴി വിട്ടുപോയി. അയ്യോ, അവിടെ ഫ്രണ്ടിൽ പോലീസ് ഉണ്ട്. ഇനി അവരെ കണ്ടിട്ട് നിർത്തിയതാണെന്നുള്ളത്. അപ്പൊ ഗായ്സ് നമ്മള് പാലരുവി കഴിഞ്ഞിട്ട് അടുത്ത റൈറ്റ് ആണ് നമുക്ക് എടുക്കാനുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് വഴി നൈസായിട്ട് തെറ്റി നമ്മൾ മുന്നോട്ടൊക്കെ പോയേ. അപ്പൊ ഈ ഒരു വഴിയാണ് നമുക്ക് റോസ്മലയിലോട്ട് പോകേണ്ടത്. അതായത് ഈ സൈഡിൽ ജീപ്പ് സവാരിക്കുള്ള ജീപ്പുകളൊക്കെ നിരന്ന് കിടപ്പുണ്ട്. നമുക്കിവിടെ ഈ ജീപ്പ് സവാരി ഉണ്ട്. നമ്മൾ ബസ്സിനൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് ജീപ്പ് എടുത്ത് പോകാനായിട്ട് പറ്റും. അത് പക്ഷേ 2 പേർക്കായിട്ടൊക്കെ പോകുമെന്നുള്ളത് അറിഞ്ഞൂടാ കേട്ടോ. അവിടെ ചോദിച്ചാലേ അറിയാം. അവിടെ ആരെയും ജീപ്പ് മാത്രമേ ഉള്ളൂ. ജീപ്പിൻ്റെ അടുത്ത് ആളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഫോറസ്റ്റിലോട്ട് കയറുന്ന ഭാഗത്തുള്ള ഒരു ചെക്ക് പോസ്റ്റ്. അത് ഓപ്പണായി തന്നെ കിടക്കുകയാണ്. ഇതിനകത്തൊരു ഓഫീസറുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ മുഴുവനും തേക്കാണ് കേട്ടോ. തേക്കാണ് ഫുള്ള് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് തേക്കാണേ. തേക്ക് എല്ലായിടത്തും ഇപ്പൊ ഫോറസ്റ്റ് കാണാനില്ല. തേക്ക് മാത്രമേ ഉള്ളൂ എല്ലായിടത്തും. വഴി ഫുള്ള് പ്രശ്നമാണ്. ഇത് മാൻമെയ്ഡ് ഓഫ് റോഡാണ് കേട്ടോ. ഇത് അല്ലാതെ നോർമലി പ്രകൃതിയാലുണ്ടായ ഓഫ് റോഡല്ല. കാരണം ഇത് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് ചല്ലിയെ കൊണ്ട് ഇട്ടിട്ട് ടാർ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടുള്ള ഓഫ് റോഡാണ് ഇപ്പൊ ഈ ഒരു ഭാഗത്തുള്ളത്. റോസ്മലയിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നതെന്നാണ് പറയണല്ലേ. ഗായ്സ് അപ്പം റോസ്മല എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് മുന്നോട്ടേ. ചെറിയൊരു ബോർഡുണ്ട്, ശ്രദ്ധിക്കത്തൊന്നുമില്ല, എന്നാലും ചെറിയൊരു ബോർഡുണ്ട് ഒരു ഡീവിയേഷൻ്റെ അവിടെ വെച്ച്. നമുക്ക് മുന്നോട്ടാണ് പോവേണ്ടത്. അതുപോലെ തന്നെ രാജാത്തോട്ടം എന്ന് പറയുന്ന ഒരു പീക്കുണ്ട് ഇതിനകത്ത്. അതും നമുക്ക് ഈ ഒരു ഭാഗത്തൂടെയാണ് പോവേണ്ടതെന്നാണ് അറിവ്. എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. പോകുന്ന സമയത്ത് അറിയാം. അതിനനുസരിച്ച് വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാവേ. റോഡ് ഞാൻ പറഞ്ഞ പോലെ ഓഫ് റോഡായിട്ട് മാൻമെയ്ഡ് ഓഫ് റോഡാണ് ഫുള്ള്. പിന്നെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ ചെളി ആവാത്തതുകൊണ്ട്, ഈ ഒരു ചല്ലി വാരിയിട്ടിരിക്കുന്നത് കൊണ്ട് വലിയ ചെളിയുടെ പ്രശ്നമില്ല. മഴ സമയം അല്ലെങ്കിൽ വണ്ടി തെന്നാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ടാർ ചെയ്തിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ശിവ. മഴയത്ത് പോയതാണ്. എന്റെ അമ്മോ, പെട്രോൾ അടിച്ചുണ്ടാകും നന്നായി. നമ്മള് മാത്രമേ ഉള്ളൂ അതിലിപ്പോ. അണ്ണാനൊക്കെ പോകും ഓടിക്കുക. ഉണ്ടാവും. അത്യാവശ്യം സസ്പെൻഷൻ ഉള്ള ഒരു ബൈക്കും കൊണ്ട് ഇതുവഴി വരുന്നതാണ് ഗൈസ് നല്ലത്. കാരണം നമ്മളെ ഇതുപോലത്തെ നോർമൽ ബൈക്കുകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ നടുവിന്റെ കാര്യത്തിൽ തീരുമാനമാവും. നമുക്ക് ഒരു മരം വീണിട്ട് മുറിച്ച് കളഞ്ഞു കഴിയുന്നു. റോഡിന്റെ കുറുകെ വീണു. ഗൈസ് നമ്മള് കുറച്ച് മുന്നിലോട്ട് വന്നപ്പോൾ തന്നെ റോഡൊക്കെ ഒന്ന് മാറി കേട്ടോ. ഇപ്പം ടാറുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത കട്ടറൊന്നും ഇല്ലാത്ത റോഡിലോട്ട് എത്തി കേട്ടോ. ഇവിടെ ഈ സൈഡിൽ നമുക്കൊരു ചർച്ച് കാണാവേ. ഇവിടെ സൈഡിലൊരു ചർച്ച് ഉണ്ട്, ആളൊന്നുമില്ല. പിന്നെ കുറച്ച് വീടുകളും ഈ ഒരു ഭാഗത്ത് ചെറിയ വീടുകളും പിന്നെ കാടിനുള്ളിലോട്ട് പോകുന്ന 1-2 വഴികളും ഉണ്ട്. അപ്പൊ നിങ്ങൾ കാണുന്ന പോലെ ഈ ഒരു ഭാഗത്തൊക്കെ മുഴുവനും റബ്ബറാണ്. പശു മാറുമോ നമ്മൾ
പശുവിന്റെ സൈഡിൽ കൂടെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ ചവിട്ട്. പോട്ടാ ചേച്ചി, കയറി പോട്ടാ. ഭാഗ്യം ചവിട്ടിയിട്ടില്ല. നമ്മളങ്ങനെ പശുവിനൊക്കെ ടാറ്റ കൊടുത്ത് ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മളിതാ ഈ ഒരു ഭാഗത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആര്യങ്കാവ് റേഞ്ച് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് ഫെൻസ് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ഈ ഇവിടെ ഈ മൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു ഏരിയ ആയിരിക്കണം. അതുകൊണ്ടാണ് അവർ ഇലക്ട്രിക് ഫെൻസ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് ഫെൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും കുറേ ഭാഗത്ത് അത് പൊട്ടി പോയിട്ടുണ്ട്. അതിന് മരം വീണ് പൊട്ടിയതാണോ എന്നറിയില്ല. ഗായ്സ് അപ്പോൾ ഒരു വാട്ടർ ക്രോസിങ് എത്തിയിട്ടുണ്ട്. അത് താഴ്ച ഉണ്ടാകുമ്പോ അമ്മേ താന്നു നല്ല പോലെ താന്നു. അയ്യോ, മഴ സമയത്ത് നമ്മൾ വരുന്നതുകൊണ്ടാണ് ഗൈസ് ഈ ഒരു വാട്ടർ ക്രോസിംഗ് ഒക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. വേനലിൽ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊന്നും വെള്ളം വലുതായിട്ട് കാണൂല. അന്നേരം കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് പോവാം. പക്ഷേ എന്നാലും ബൈക്കിൽ വരുന്ന സമയത്ത് ഈ ഒരു വാട്ടർ ക്രോസിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. ഇത് പക്ഷെ വാട്ടർ ക്രോസിംഗ് അല്ല കേട്ടോ, ഇത് വെള്ളം. വാട്ടർ ക്രോസിംഗ് മുന്നിലുണ്ട്. നല്ല തെളിനീരായിട്ടുള്ള വെള്ളം. വല്ലാത്ത റോഡാണല്ലോ. പുഴുണ്ട് കേട്ടോ, പുഴുവല്ലേ. ഓ അപ്പൊ വരുന്നവര് ശ്രദ്ധിക്കണേ. ഈ ഗ്ലാസ് വെക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റിന്റെ വൈസർ എന്തെങ്കിലും ഇട്ടിരിക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പുഴു വന്ന് വീഴുന്നത്, വല കെട്ടി പുഴു കിടപ്പുണ്ട്. അപ്പം പുഴുവിന്റെ വിഷയമുള്ളത് കൊണ്ട് അതൊന്ന് സൂക്ഷിച്ചോളണം. കണ്ണിലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അത്യാവശ്യം വെള്ളം പോലും കിട്ടാൻ വഴിയില്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. റോഡ് ഫുള്ള് പോയി കിടക്കും. അടിയൊക്കെ ഇടിച്ച് പണ്ടാറുണ്ടായി. മനസ്സിലില്ല അങ്ങോട്ട് ആരെങ്കിലും പോയിട്ടുണ്ടോ എനിക്ക് അതാണ് കേട്ടോ. റോസ്മല എന്നുള്ളൊരു ബോർഡ് അവിടെ മാത്രമേ കണ്ടുള്ളൂ. അതിനുശേഷം ഒരു ബോർഡും കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ആ ഫോറസ്റ്റിന്റെ ഒരു ബോർഡ് കണ്ടത്. അതിലാണെങ്കിൽ റോസ്മല എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലെന്ന് വെച്ചു. ഇതൊക്കെ തന്നെ എന്തോ റോഡ്. വണ്ടി ഭാഗ്യം. അപ്പൊ ജീപ്പ് സഫാരി. അപ്പൊ ഇത് തന്നെ റോഡ്. ഓ കാരണം ബോർഡ് നമുക്കിതാ വീണ്ടും ഒരു വാട്ടർ ക്രോസിങ്. പക്ഷെ ഇവിടെ അവര് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മണ്ണത്രയും ഒലിച്ചു പോയിട്ട് പോകാൻ പറ്റാത്ത രീതി ആയതുകൊണ്ടായിരിക്കണം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. ജീപ്പ് സഫാരി അല്ല കേട്ടോ. അത് ജീപ്പ് സഫാരി അല്ല. ഈ ഇവിടെ താമസിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ലോഡ് എന്തോ കൊണ്ടുപോകുന്നതാണ്. അതിനകത്ത് കുറെ ഗുഡ്സ് ഇരിക്കുന്നുണ്ട്. അത് ജീപ്പ് സഫാരി അല്ല കേട്ടോ. വലിയ അങ്ങ് ടഫായിട്ടുള്ള ഓഫ് റോഡൊന്നും അല്ല. നമുക്ക് നോർമൽ ഒരു ബൈക്ക് കൊണ്ടൊക്കെ നമ്മളിപ്പോൾ ഇത് ജിക്സറാണ്. ഇതിൽ കൂളായിട്ട് പോകുന്നുണ്ട്, അടിയൊന്നും ഇടിക്കാതെ പോകുന്നുണ്ട്. ചില ഏരിയാസിൽ മാത്രം കല്ലിലങ്ങനെ ചിലപ്പോൾ തട്ടിയെന്ന് വരും. വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇത് ഫുള്ളി ഓഫ് റോഡൊന്നും അല്ല. ഇതുപോലത്തെ കോൺക്രീറ്റ് വഴിയും പിന്നെ കുറച്ച് പൊളിഞ്ഞ ടാറിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാനായിട്ട് പറ്റും. വലിയ കുഴപ്പമില്ല. പിന്നെ ഇത് കയറ്റമൊക്കെ ഉണ്ട് കേട്ടോ. മഴയത്തിന് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. കാരണം മഴയത്ത് ചിലപ്പോൾ നല്ലപോലെ സ്ലിപ്പ് ആവുന്നതായിരിക്കും. ഇതിപ്പോൾ മഴ തോർന്ന് നിൽക്കുന്ന ടൈമാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. ഇത് ആനപ്പിണ്ടം. ഈ ഭാഗത്തൊക്കെ നമുക്ക് ആന ഉണ്ടെന്നുള്ള കാര്യം ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ആനപ്പിണ്ടം, ആദ്യത്തെ ആനപ്പിണ്ടം നമ്മൾ കണ്ടു. അത് ഫ്രഷ് ആനപ്പിണ്ടമാണ്. അടിപൊളി 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 ബൈക്ക്. ഇവിടെയൊക്കെ വെച്ചൊരു ഫോട്ടോ എടുത്തിട്ട് പോകും. ഇതിലും അല്ലേ സൂപ്പർ സെറ്റ്. മുന്നിലോട്ടൊരു ബോർഡ് കാണുന്നുണ്ട്. മഴ ഒടിഞ്ഞു വീണതേ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ ഈ കാറ്റത്ത് ഇതെല്ലാം നീ മേലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കാറ്റത്ത് പിന്നെ ഒടിഞ്ഞു വീഴാതിരിക്കൂലേ. അതാണ്ട് കാറ്റ് ഒടിഞ്ഞ് കിടക്കുന്നുണ്ടോ. ആ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ വഴി കേട്ടോ. അതായത് രാജാത്തോട്ടം പോകാനായിട്ട് ഇടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഈ കാണുന്ന ഒരു റൂട്ടിലോട്ടാണ് കേട്ടോ രാജാത്തോട്ടം. നമുക്കിപ്പോൾ നേരെയാണ് പോകേണ്ടത്. ഈ ഒരു ഭാഗത്തൂടെ പോയി അങ്ങോട്ട്. പക്ഷെ റോഡൊന്നും ഇല്ല. അതുവഴി നമ്മൾ പോയി കഴിഞ്ഞാൽ രാജാത്തോട്ടം എന്ന് പറയുന്ന ഒരു പീക്കുണ്ട്. ആ ഒരു ഭാഗത്ത് നമുക്ക് എത്താനായിട്ട് പറ്റും. നമുക്കിപ്പോൾ എന്തായാലും റോസ്മലയിലോട്ട് പോകാം. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ വന്നത്.
റോസ്മല പോയി നോക്കിയിട്ട് ടൈം ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി. മഴ സമയത്ത് അങ്ങോട്ട് പോകുന്ന അത്ര സേഫ് ആണോ എന്ന് എനിക്കറിയില്ല, കാരണം റോഡൊന്നും ഇല്ലാത്തതുകൊണ്ട്. സ്പോട്ട് കേട്ടോ, അടിപൊളി സ്പോട്ട്. വെള്ളമൊക്കെ നിറഞ്ഞൊഴുകുക. ആവുന്നു അടുത്ത വാട്ടർ ക്രോസോട് വാട്ടർ ക്രോസ്. എന്തോ അമ്മോ, ഈശ്വര, ഇതിൽ കൂടെ പോവാൻ പറ്റൂടെ? പോട്ടെ. അയ്യോ പറഞ്ഞു പോകുന്നു കാലം, എന്നാലും കുഴപ്പമില്ല. ഇതിലെ വാട്ടർ ക്രോസ് അടിപൊളി. തിരിച്ചു പോണ സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ പോണ്ട. ഇപ്പൊ തന്നെ ബൈക്കിന്റെ പകുതി താന്നു. വഴിയെ കണ്ടോ സൈഡിൽ കൂടെ. പക്ഷെ ഇത് അവർ ചെയ്തിരിക്കുന്നത് നല്ലൊരു പരിപാടിയാണ്. ഈ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു പരിപാടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒലിച്ചു പോകുമ്പോഴത്തേക്കും അവിടുത്തെ മണ്ണും കൂടെ ഇളകി പോകും. പിന്നെ നമുക്ക് ഇതുവഴി പോകാനുള്ള അതൊക്കെ ഭയങ്കര നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇത് നല്ലൊരു പരിപാടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. വാട്ടർ ക്രോസിങ് ഇതിനൊരു അറ്റമില്ലേടെ, ഇത് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എത്ര കിലോമീറ്റർ പോകണമെന്ന് പറഞ്ഞോളൂ. അവിടെ എത്തുമ്പോൾ അറിയാം എത്ര കിലോമീറ്റർ ഓടി. വഴി തീർന്നു. അതോ നദിയൊക്കെ ക്രോസ് ചെയ്ത് പോകണം. അടിപൊളിയെ അടിപൊളി. ആ വീണ്ടും എന്തോന്നാണ് ഫോറസ്റ്റ് പിക്കപ്പ് സ്റ്റേഷൻ. ഇവിടെ ആരും ഇല്ലേടേ. റോസ്മല അവധിയാണ്. അവിടെ നിർത്തണം. അവിടെ ആരും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ മറ്റേ വഴിയായി വീണ്ടും ചെളി. ഇങ്ങോട്ടൊന്നും കോൺക്രീറ്റ് ഇല്ല. വണ്ടി അതുവരെ പോകണല്ലോ. ഇവിടെ പോവായിരിക്കും. ഇവിടെയൊക്കെ ചെറിയ ടയറിന്റെ പാടൊക്കെ ഉണ്ട്. പോയോക്കെ. ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷൻ എന്നാണ്. ടിക്കറ്റ് സ്റ്റേഷൻ അല്ല, പിക്കറ്റ് സ്റ്റേഷനാണ്. അവിടെ ചിലപ്പോഴേ നമ്മളെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എഴുതി വെക്കുമായിരിക്കും. മറ്റേ രജിസ്റ്ററിലേ നമ്മൾ ഇതിനകത്തോട്ട്. ഇപ്പോഴായിരിക്കും നമ്മൾ കറക്റ്റ് ഈ ഒരു റിസർവ്ഡ് ഫോറസ്റ്റിനകത്തോട്ട് കയറുന്നു. മനസ്സിലായ? നേരത്തെ റിസർവ്ഡ് ഫോറസ്റ്റ് ആയിരിക്കും. എന്നാലും ആളാ ഇവിടെ മരം മുറിക്കുന്നു കേട്ടോ. പോവാൻ പറ്റൂലെന്ന് തോന്നുന്നു. തേങ്ങ ചോദിച്ചു നോക്കാം. ചോദിച്ചു നോക്ക്. ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? എനിക്ക് തിരികെ അപ്പം മുന്നിൽ ഇപ്പൊ ഈ കാണുന്ന പോലെ വലിയൊരു മരം മുറിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അത് പിഴുത് വീണതാണെന്ന് തോന്നുന്നു ഈ മഴയത്തെ. അപ്പൊ അത് അവര് റോഡിൽ നിന്ന് മാറ്റുന്ന ഒരു ഇതാണ് കാണുന്നത് കേട്ടോ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വണ്ടി ഒന്ന് കിടപ്പുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ ഇതുവഴി പോകാൻ പറ്റുമോ എന്തോ. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് കേട്ടോ പറയുന്നത്. മരമൊക്കെ ഏകദേശം മുറിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ മരമൊക്കെ ഏകദേശം മുറിച്ച് മാറ്റിയ റോഡിൽ നിന്ന് എല്ലാം മുറിച്ച് താഴോട്ട് ആ ഒരു വെള്ളം പോകുന്ന ഒരു പോഷൻ ഞാൻ കാണിക്കുന്നില്ല. അങ്ങോട്ട് മുറിച്ച് മാറ്റിയിട്ട് അത് കൊണ്ടുപോകുന്ന മരമല്ല. ഞാൻ എന്നിട്ട് വിചാരിച്ചായിരുന്നു ഇനിയിപ്പോൾ മരം മുറിച്ചുകൊണ്ട് പോകുന്ന എങ്ങാനും ആണോ, തടിപ്പണിക്ക് വേണ്ടിയിട്ട് എങ്ങാനും. പക്ഷെ അല്ല, അവർ മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കിയിട്ടേ നേരെ അങ്ങ് താഴത്തോട്ട് തള്ളിയിടുകയായത്. അവർ കൊണ്ടുപോകുന്നതൊന്നുമല്ല. അപ്പോൾ അത് പിഴുത് വീണതാണ്. ഞാൻ ചോദിച്ചായിരുന്നു, ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ പിഴുത് വീണതാണ്. അപ്പോൾ ഇവിടെ ചെങ്കുറിഞ്ഞി എന്ന് പറഞ്ഞിട്ട് റെഡ് വുഡ് അതിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ്, ആ ഒരു ഭാഗത്താണ് കേട്ടോ. ഇവിടെ പോസ്റ്റ്, ഇവിടെ ഇലക്ട്രിക് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇലക്ട്രിക് ലൈൻ വരുന്നത് ഏത് വഴിയായിരിക്കും? കാരണം നമ്മൾ വന്ന വഴിയിലൊന്നും ഇല്ലായിരുന്നില്ല. ഇവിടങ്ങളിൽ വീടുണ്ട്. താഴെ കണ്ടോ ഹോസ്പിറ്റൽ. ഈ സൈഡിലൊക്കെ വീടുകളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ വീടുകളുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ക്ലൈമറ്റ് ഒക്കെ മാറി. വെട്ടോ ഹൈറ്റില് ജീപ്പ് കിടക്കുന്നു. ഇതൊക്കെ കുറച്ച് വീടുകളുണ്ട്. കൃഷി. ഈ ഭാഗത്തൊക്കെ കുരുമുളകാണ്. കൃഷി ചെറിയ രീതിയിലുള്ള, വലിയ അല്ല, എന്നാലും വാഴ, കുരുമുളക്
ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ കൂടുതലും കൃഷി. പിന്നെ വെള്ളത്തിന് വലിയ ഇത് കാണും. മഴയുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള വെള്ളം ഉണ്ടാവും. ഇതുപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്, അഴുക്കൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് വെള്ളത്തിന് വലിയ പ്രശ്നമൊന്നും തോന്നില്ല. അതുകൊണ്ട് ഈ കമുകിലൊക്കെ നട്ടിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ഉണ്ട് മുഴുവനും കുരുമുളക് തന്നെ. ഈ സൈഡൊക്കെ ഫുള്ള് കുരുമുളക്. മെയിനായിട്ട് കുരുമുളകാണ് ഈ ഒരു ഭാഗം. ഇവിടെ കിട്ടിയപ്പോൾ ഒരു ഗ്രാമത്തിന്റെ ആ ഒരു രീതിയായി. നമ്മൾ ആ ഒരു തിക്ക് ഫോറസ്റ്റിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വേറൊരു സൈഡിലോട്ട് വന്ന പോലെ. അതായത് ഇപ്പോഴാണ് ആക്ച്വലി നമ്മൾ റോസ്മല എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ കയറിയത്. ആ ഒരു ബോർഡ് കണ്ടില്ലായിരുന്നു. നമ്മൾ കറക്റ്റായിട്ട് കയറിയത് ഈ ഒരു ഭാഗത്താണ്, റോസ്മലയിലോട്ട്. ഇവിടെയൊക്കെ ഒരു എസ്റ്റേറ്റ് ഒക്കെ ഉള്ളതിന്റെ ഒരു ഇതുണ്ട്, ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ മുന്നോട്ട് കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എസ്റ്റേറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. കാരണം അതുപോലുള്ള കുറച്ച് കൃഷികളൊക്കെ ഈ സൈഡിലൊക്കെ കാണുന്നുണ്ട്. ഏലോ എവിടെ? ആ കൊച്ചു വാല അത് ഏലമാണ്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ഏലവും കുരുമുളകും ആണെന്ന് തോന്നുന്നു. ഈ പുറം ലോകവുമായിട്ട് വലിയ ബന്ധമില്ലാതെ താമസിക്കാൻ പറ്റിയ ഒരു ഏരിയ. ആരോൺ വില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട്, ഹോം സ്റ്റേ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതാണെന്ന് തോന്നുന്നു ആ പണി നടക്കുന്നത്, ഹോം സ്റ്റേ. ആരോൺ വില്ല എന്നുള്ള ഒരു ബോർഡൊക്കെ ഉണ്ട്. രണ്ട് വഴിയായല്ലോ. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് കേട്ടോ ഇത്. റോസ്മല ആ ഒരു റേഷൻ കടയൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞു വരുന്നുള്ളത് ഒരു പക്ക ഒരു ഗ്രാമം. അതായത് പുറത്തുള്ള ഒരു സിറ്റി വൈബിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ഉള്ള ഒരു ഗ്രാമം, ഒരു കറക്റ്റ് ഗ്രാമപ്രദേശം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം ഈ മതിലെന്ന് പറയുന്ന ഒരു സംഭവമൊന്നും ഇവിടെ ഇല്ല. നമ്മളെ ഏരിയയിലൊക്കെയാണ് ഈ മതിലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമ്പ്രദായങ്ങളുള്ളത്. ഇവിടെയൊന്നും മതിലേ ഇല്ല. നമുക്ക് ഈ ബോർഡറുകളെല്ലാം കുറെ ചെടികൾ വെച്ചിട്ടാണ് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ മതിലായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഇവിടെങ്ങളിലും. ഒരു വീട്ടിലും ഇല്ല മതിലുണ്ട. ടാർപ്പ പോലും വലിച്ചു കെട്ടിയിട്ടില്ല. നമ്മളവിടെ ആണെന്നുണ്ടെങ്കിൽ ടാർപ്പ മതിൽ ഇനി വീടില്ലെന്നുണ്ടെങ്കിലും മതിൽ മാത്രമല്ല. ഇവിടെ അതൊന്നും ഇല്ല. മണ്ണിടിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റേ പാറ കൊണ്ടുള്ള കെട്ടുകൾ മാത്രം ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ചായക്കടയുണ്ട്. ഒരു ചെറിയൊരു അമ്പലമുണ്ട്, ശ്രീനാരായണ ഗുരുവിൻ്റെ. ഇത് ഇവിടെ ഒരു ഇത് മണ്ഡപം. അതല്ലാതെ ഇവിടെ ഒരു അമ്പലം, ഭദ്രകാളി ദേവി ക്ഷേത്രം, റോസ്മല. ഇവിടെ എന്തോന്നു ഇല്ല. ഈ മറ്റേ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ലിസ്റ്റിൽ പേരുള്ളവർക്ക് മറ്റേ കോഴിയൊക്കെ കൊടുക്കൂലേ? നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു, അമ്മയും മേടിച്ചിട്ടുണ്ടായിരുന്നത് പണ്ട്. അപ്പം ആ ഒരു സംഭവമാണെന്ന് തോന്നുന്നത്. ഇതൊക്കെ എന്തായാലും പഞ്ചായത്തായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കോഴി കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു ഈ ഒരു ഭാഗത്തൊക്കെ. ഇവിടെയൊക്കെ എന്തായാലും കൃഷി ആയിരിക്കുമല്ലോ മെയിനായിട്ടുള്ളത്. വീണ്ടും രണ്ട് വഴിയായി. ചെന്തുരുണി വന്യജീവി സങ്കേതം റോസ്മല. ഇവിടെയും ഇലക്ട്രിക് ഫെൻസ് വെച്ചേക്കാണ്. ഈ ഒരു ഭാഗത്ത് ഇലക്ട്രിക് ഫെൻസ് വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രോപ്പർട്ടിയെ മാത്രമായിട്ട് തിരിച്ചു അതല്ല. ഈ സൈഡിലൊക്കെ മുഴുവൻ ഇലക്ട്രിക് ഫെൻസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നത് മറ്റേ ഈ പന്നി ഉണ്ടല്ലോ, പന്നിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമായിരിക്കും. ഇവിടെ നിന്ന് റൈറ്റ് അതവിടെ എഴുതിയിട്ടുണ്ട്, റോസ്മല വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ നേരത്തെ കണ്ട സെയിം ബോർഡ് ഇവിടെ വീണ്ടും. മുന്നോട്ട് എന്തോന്നാണോ മുന്നോട്ട് സൈഡിലോട്ട് ഒറ്റ വഴിയുണ്ട്. ഇതാണോ വഴി? ഇവിടെ മുള്ളുവേലിയാണ്. സൈഡ് ചേർന്ന് കഴിഞ്ഞാൽ തൊലി പോവും. അമ്മേ, ഈ കുഴി ആയതുകൊണ്ട് നല്ല രീതിക്ക് വണ്ടിയിൽ നിന്ന് ഇടി കിട്ടണം. ഇത് തന്നെയല്ലേ വഴി? ഏതാ വീട്ടിൽ പോണ വഴിയാണെന്ന് തോന്നുന്നു. എല്ലാരും നമ്മളെ ഒരു അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവിയെ പോലെയാണ് നോക്കണത്. ഇവിടെ ഉള്ള കോലമൊന്നുമല്ല. റബ്ബറിന് ഇടവേളയായിട്ടാണ് ഏലം നടന്നത്. അതാ കാര്യം പിടികിട്ടിയല്ലോ. ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. എനിക്ക് പറഞ്ഞത് അതൊക്കെ അതോ ഞാൻ പറഞ്ഞില്ലേ, അതോ വീട്ടിലോട്ട് പോണ വഴിയാണ്. അതാ വീടല്ലേ നിങ്ങളാ ഹോം സ്റ്റേയിലോട്ട് വഴി അല്ലല്ല. ഇതൊന്നും മുന്നേ ഉണ്ട് കേട്ടോ.
മേളിലൂടെയാണെന്ന് തോന്നുന്നു കേട്ടോ റോസ് മല. ഇവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്. ടിക്കറ്റ് കൗണ്ടർ കണ്ട് നമ്മള് മാത്രമേ ഉള്ളൂ. ഇവിടെ വണ്ടിയൊന്നും ഇല്ലല്ലോ. ഇതല്ലേ പാർക്കിംഗ് ഏരിയ ഉള്ളൂ. ടിക്കറ്റ് കൗണ്ടർ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഗൈസ്, അപ്പോൾ ഈ മുന്നിൽ കാണുന്നതാണ് കേട്ടോ ഈ ഒരു റോസ് മലയുടെ നമ്മളെ പാർക്കിംഗ് ഏരിയ. ഈ ഒരു ഭാഗത്ത് ഇപ്പം ബൈക്ക് വെച്ചിരിക്കുന്നില്ല, ഈ ഒരു ഭാഗത്താണ്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ മുന്നിൽ കാണുന്നതിന് ടിക്കറ്റ് കൗണ്ടർ ഇതാണ്. ഒരാൾക്ക് 83 രൂപയാണ്. അതൊരു വല്ലാത്തൊരു കണക്കല്ലേ, 83. അത് GST കൂടെ ആഡ് ചെയ്തതാണ്. ഞാൻ ചോദിച്ചായിരുന്നു, ആ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 166 രൂപയാണ് നമുക്കായത്, നമ്മൾ രണ്ടുപേര്. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. നമുക്ക് പോകേണ്ടത് ഈ കാണുന്ന ഒരു വഴിയിലൂടെയാണ്. ഇതുവഴിയാണ് നമുക്ക് മുന്നിലോട്ട് പോകേണ്ടത്. അത് നമുക്ക് വീഡിയോയിൽ കാണിക്കാം. ഇവിടെ നിൽക്കുന്ന സമയത്ത് അടിപൊളി വ്യൂ ആണ്. അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ക്യാമറയിൽ ഈ മഞ്ഞ് ഉള്ളത് കൊണ്ട് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. എന്നാലും അടിപൊളി വ്യൂ ആണ്. മുന്നോട്ടൊക്കെ ഒരുപാട് തെങ്ങുകളൊക്കെ നമുക്ക് ഈ സൈഡിലൊക്കെ കാണാം. ഈ സൈഡിലൊക്കെ തെങ്ങ്, അങ്ങോട്ടൊക്കെ ഫുള്ള് ഡീപ്പ് ഫോറസ്റ്റാണ്. ആ ഒരു ഭാഗത്തായിട്ട് അത് ക്യാമറയിൽ കിട്ടുന്ന പോലുമില്ല. ആ ഒരു ഭാഗത്തായിട്ട് ഒരു വീടുണ്ട്. ഒരു വീട് തന്നെയാണോ അത് വലിയൊരു നമ്മളെ ഈ എന്താ പറയുക, ഒരു പാലസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം. നല്ല വലുതായിട്ട് ചർച്ചെങ്ങാനുമാണോന്ന് അറിയില്ലേ, ആ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി പ്ലേസാണ്. പിന്നെ അതുപോലെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു മരം വീണത് ഇല്ലായിരുന്നു. അത് ഇന്നലത്തെ മഴയത്ത് വീണതാണ്. അപ്പോൾ അത് ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞതല്ലോ. അപ്പോൾ നമ്മളാണ് ആദ്യം ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഷോപ്പുണ്ട്. അത്യാവശ്യം ഡ്രിങ്ക്സും നമുക്ക് ഈ ഡ്രിങ്ക്സ് ഐറ്റംസ്, ഫുഡ്, ചെറിയ രീതിയിലുള്ള സ്നാക്സൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെയാണ്, ശിവതാ നിൽക്കുന്നു, ഈ വഴിയിലൂടെയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. ടിക്കറ്റ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഇവിടെയാണ്. ഇവിടെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട. ഫോൺ നമ്പർ, അഡ്രസ്സ്, പേര്, അങ്ങനെയുള്ള സംഭവങ്ങൾ, ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. ഈ ഒരു ഭാഗത്ത് ഒരു ബോർഡുണ്ട്, കേരള വന്യജീവി വകുപ്പിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ ഉണ്ടല്ലോ, ആ സംഭവം. പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. ഈ ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക്കിനുള്ള ബിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തൂടെ മുന്നോട്ട് പോകണ്ടേ, മുന്നിലോട്ടുള്ള കാഴ്ച നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ ആ ഒരു ടിക്കറ്റ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് മുന്നിലോട്ട് പോകണം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ എങ്ങനെയുണ്ട്, കുറച്ചുകൂടെ വൈഡായിട്ട് കണ്ടുകൂടെ? ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, നമ്മളെ ട്രൈപ്പോഡിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, എന്നാൽ എന്തെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ഫേസ് മാത്രമേ ഇതിനകത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് തന്ന ഒരു ഇൻഫർമേഷൻ തെറ്റാണ്. ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ റബ്ബറിന് ഇടവിളയായിട്ട് ഏലം നട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഏലം അല്ല കേട്ടോ. ഞാൻ ഇവിടുത്തെ ആ ടിക്കറ്റ് എടുക്കുന്ന ചേച്ചീനോട് സംസാരിച്ചപ്പോഴത്തേക്ക് മനസ്സിലായ അത് ഏലമല്ല, അത് കോലിഞ്ചിയാണ്. കോലിഞ്ചി, അതായത് ഇവിടെ പന്നി ശല്യം കൂടുതലായതുകൊണ്ട് കോലിഞ്ചിയാണ് ഇവിടെ നടക്കുന്നത്, ഏലമല്ല. അപ്പോൾ ഈ കോലിഞ്ചി എന്ന് പറയുന്നത് നല്ല മൂടാണെന്നുണ്ടെങ്കിൽ ഒരു മൂടിൽ നിന്ന് ഏകദേശം 100 കിലോ വരെ കോലിഞ്ചി കിട്ടും എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൃഷിയാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ പന്നിയുടെ ശല്യമുണ്ട്. പന്നിയുടെ ശല്യം ഉള്ളതുകൊണ്ടാണ് ആ ഒരു സംഭവം. അപ്പോൾ അത് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റാണ്. അപ്പോൾ അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ, ഇനി അത് പറയരുത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഒരു കയറ്റമാണ്. ഒരു കയറ്റം കയറിയാണ് വരുന്നത്. നല്ലപോലെ ഏക്കുന്നുണ്ട്. കുറേ നാളായി നടത്തം, അതുകൊണ്ട് നല്ലപോലെ ഏക്കുന്നുണ്ട്. എന്തായാലും വേറെ ആരുമില്ലേ. നമ്മളിപ്പോൾ കയറി വന്നപ്പോൾ ആ മരം കിടന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു റോഡ് ഫുള്ള് ബ്ലോക്കായിരുന്നു. നമ്മൾ വരുന്നതിന് തൊട്ട് മുന്നേ കണ്ടില്ലേ വീഡിയോയിൽ, അപ്പോഴാണ് അത് മുറിച്ച് മാറ്റിയത്. വേറൊരു ടീം വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ടിക്കറ്റ് എടുക്കുകയാണ്, അവർ കയറി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റിലേക്ക് മുന്നോട്ട് വന്നു. എന്തായാലും ഞാൻ ഇവിടുത്തെ വിഷ്വൽ ഒന്ന് കാണിച്ചു തരാം. ഈ മുന്നിലുള്ള പോലത്തെയാണ് കേട്ടോ, ഫുള്ള് കയറ്റമാണ്. ഈ മുഴുവനും പാറയാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ. സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ സ്ലിപ്പാവും, കാരണം മഴ പെയ്ത് കിടക്കുന്നുണ്ടേ. സൂക്ഷിക്കണം പോകാനായിട്ട്. നമുക്കിതാ അങ്ങ് പോകണം. അവിടെയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാം കേട്ടോ ചെറിയൊരു മറ്റേ എന്താ പറയുക, നമ്മളെ ഇതിൻ്റെ റൂഫുണ്ടല്ലോ, റൂഫ്, അത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാം. കണ്ടോ, ഒരു പച്ച നിറത്തിൽ ഈ ഒരു സൈഡിലായിട്ട്. അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വ്യൂ പോയിൻ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് താഴേന്ന് പറഞ്ഞത്. ഇനി അറിഞ്ഞൂടാ, നമുക്ക് അവിടെ പോയിട്ട് വ്യൂ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് നെല്ലി കാണാൻ പറ്റും. ഇതാ കണ്ടോ, നെല്ലി ഒരുപാട് ഉണ്ട്. അതുപോലെ ഒരുപാട് ഈ ഔഷധ സസ്യങ്ങളില്ലേ, അതൊരുപാട് ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ആയുർവേദത്തിൻ്റെ ഒരുപാട് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വഴിയുണ്ട് കേട്ടോ നമുക്ക്. പക്ഷേ ആ സൈഡിലൊക്കെ ഇലക്ട്രിക് ഫെൻസ് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങോട്ട് പോകുന്നതാണെന്ന് കറക്റ്റ് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ ഫെൻസ് കട്ട് ചെയ്ത് വെളിയിറങ്ങിയാലേ പോകാൻ പറ്റും. അപ്പോൾ അത് ഒഫൻസ് ആയതുകൊണ്ട്
അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് വെറുതെ പണി വാങ്ങിക്കാൻ വയ്യ. നമ്മൾ ഏകദേശം കുറച്ച് കയറി വരണേ. ഇതാ ഉണ്ടോ, നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നാണേ വന്നത്, അങ്ങ് പോകണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയാണ് വന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം മിഡിലെത്തിയതാ. മുന്നോട്ട് കാണുന്നില്ല, മുന്നിൽ ചെറുതായിട്ട് കാണാമല്ലോ ഒരു പച്ച, അതാണ് വ്യൂ പോയിൻ്റ്. അവിടെ നിന്നാണ് നമുക്ക് അടിപൊളി വ്യൂ കിട്ടുന്നത് ഗൈസ്. അതുപോലെ നമ്മൾ ഈ മിക്ക എക്കോ ടൂറിസത്തിലും കാണുന്ന പോലെ ഈ ഓരോ മരത്തിൻ്റെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിറയെ കാരൊക്കെ ഉണ്ട് കേട്ടോ, കാരമരമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതാ കാരമരം, മൈസൂർ പൊട്ടറ്റോ പ്ലം എന്നാണ് കേട്ടോ എൻ്റെ പേര്. അപ്പോൾ അതാ കാരമരം. ഈ തറയിലൊക്കെ നിറയെ കാരയ്ക്ക കിടപ്പുണ്ടേ. ഇപ്പോൾ വീഡിയോയിൽ കാരയ്ക്കത് കല്ലെന്ന് അറിയുന്ന കാര്യം ബുദ്ധിമുട്ടാണ്, എന്നാലും ഇതാ കിടക്കും. കാരയ്ക്കൊക്കെ ഉണ്ട്. ശിവ ഒരെണ്ണം എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും കാരയ്ക്കുണ്ട്. അതുപോലെ തന്നെ അതാ മലവേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു മരം. ഇവിടെ ഒരുപാട് മരങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് സംഭവം. അത് മിക്കയിടത്തും ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്, തെന്മലയിലൊക്കെ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം കുറേ മരങ്ങളെക്കുറിച്ചുള്ളതൊക്കെ മനസ്സിലാവും. ഈ ഒരു ഭാഗത്ത് ഒരു ചുമന്ന പട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, വിളക്കൊക്കെ ഉണ്ട്. ആ ഒരു ഭാഗത്ത് വിളക്കുണ്ട്. ഇവിടെ ഇലക്ട്രിക് ഫെൻസ് ഉണ്ട് കേട്ടോ, അതാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. ഈ ഒരു ഭാഗത്ത് വിളക്കൊക്കെ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മലയോര മേഖലകളിൽ ആരാധിച്ച് വരുന്ന ചില ദേവതകളുണ്ടല്ലോ, അപ്പം അങ്ങനെയുള്ള വല്ല ദേവതാ സങ്കല്പമായിരിക്കാം അവിടെ ഉള്ളത്. ഡോറൊക്കെ തുറന്നിട്ടിട്ടുണ്ട്, ബാമ്പു പോലത്തെ ഈ കമ്പിയിൽ വേലിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. എല്ലാ എക്കോ ടൂറിസത്തിലും ഈ ഒരു സംഭവം നമുക്ക് കാണാം. എന്താ ചെറിയ രീതിയിലുള്ള ഗാർഡൻ സെറ്റപ്പൊക്കെ ഉണ്ട്. ഒരു അടിപൊളി ഒരു ടവർ, ഇതിൻ്റെ മേലെ കയറാൻ പറ്റില്ല, അതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കമ്പിയൊക്കെ വെച്ചിട്ട്. കാട്ടുതീ തടയുക, കാടിനെ സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡ്. അടിപൊളി കേട്ടോ. ഓ അടിപൊളി സ്പേസ്, കാണിച്ചു തരാം. എൻ്റെ മോനെ കിടിലം വ്യൂ നോക്ക്. അവിടെ ഒന്നും നമുക്കൊന്നും കാണാൻ വയ്യ, അവിടെയൊക്കെ നിറയെ മഞ്ഞ് മൂടി കിടക്കുക. നോക്ക്, അടിപൊളി അല്ലേ, അടിപൊളി വ്യൂവേ, കിട്ടില്ല. ഈ കാണുന്ന ഒരു ഐലൻഡ് ഇല്ലേ, ഈ കാണുന്ന ഐലൻഡാണ് മറ്റേ ലവ് ഐലൻഡ്. ഗൈസ് സൂം ചെയ്ത് കാണുന്നതേ നമുക്ക് ഇതിൻ്റെ മേലെ കയറിയിട്ട് കാണാം. വാച്ച് ടവറിൻ്റെ മേലെ കയറി കാണാം. നമ്മളിതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് വരുന്നത്. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് മുന്നിൽ തന്നെ ഈ വാച്ച് ടവറിലോട്ട് കയറാനുള്ള സ്റ്റെപ്പുണ്ട്. സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ വീഴേ, ഫുള്ളൊക്കെ ഇരുന്ന് കുലുക്കുന്നു. ഭഗവാനെ വീഴോ എന്തോ. എൻ്റെ മോനെ കിട്ടില്ല വൈബ്. നമുക്ക് അടിപൊളിയല്ലേ. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ സൂം ചെയ്ത് കാണിച്ചു തരാം ലവ് ഐലൻഡ്. ഇതാ കണ്ടോ, ഈ കാണുന്നതാണ് ലവ് ഐലൻഡ്. ആ ഒരു ലവിൻ്റെ ഷേപ്പാണ്. നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ലവ് മനസ്സിലാവും, എന്നാലും അതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുന്നതായിരിക്കും കറക്റ്റ് നമുക്ക് ആ ലവിൻ്റെ ഷേപ്പ് വരുന്നത്. എന്നാലും ഒരു ഭാഗം നോക്ക്, അടിപൊളിയല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഈ സൈഡിൽ കാണുന്ന ഈ ഐലൻഡ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ലോങ് ഡിസ്റ്റൻസിൽ നോക്കുമ്പോഴേ ഒരു ആമയുടെ ഷേപ്പാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. നോക്ക്, ഞാൻ പറഞ്ഞത് ഈ ഒരു ഐലൻഡാണ്. ഇതാണ് നമ്മുടെ ലവ് ഐലൻഡ്. ഈ ഒരു ഐലൻഡ് കണ്ടോ, അതൊരു ആമയുടെ ഷേപ്പല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. നമുക്ക് ഒരു ചെറിയ രീതിയിലൊരു ആമയുടെ ഷേപ്പ്, പക്ഷേ അതിൻ്റെ ആമയുടെ ആ ഒരു കാലൊക്കെ വരുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് കിട്ടുന്നില്ല കേട്ടോ. ഒരു ഫോഗ് നിറഞ്ഞിരിക്കുന്നുണ്ടേ നമുക്ക് അത്രയും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. എന്തായാലും അടിപൊളി കേട്ടോ. ലാൻഡ്സ്കേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല ലാൻഡ്സ്കേപ്പ്. നമുക്ക് അങ്ങ് ദൂരെയൊക്കെ ഇങ്ങനെ ഫെയ്ഡായിട്ട്, നമ്മൾ ഈ വരച്ചിരിക്കുന്ന പോലെ ഫെയ്ഡായിട്ട് പോയിരുന്നത്. നമ്മൾ വീണ്ടും വാച്ച് ടവറിൻ്റെ താഴെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അതിനകത്ത് നിന്ന് വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് ആ ഒരു ലാൻഡ്സ്കേപ്പ് കിട്ടുമെന്നുണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് നിന്ന് കൂടുതൽ സംസാരിക്കാനായിട്ട് നല്ല സൗണ്ടാണ്, നടക്കുമ്പോഴൊക്കെ നല്ല സൗണ്ടാണ്. അതുകൊണ്ട് ഞാൻ താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റോസ്മല സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. ഞാൻ വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം നമ്മൾ തെന്മല വഴിയല്ലേ വരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കൊല്ലത്താണ് റോസ്മല സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ റോസ്മലയ്ക്ക് ഈ ഒരു പേര് കിട്ടാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു ജൂൺ മുതൽ സെപ്റ്റംബർ വരെയൊക്കെ ഫുള്ള് മഞ്ഞായിരിക്കും. നിറയെ മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ മൂടൽമഞ്ഞുള്ളതിൽ നിന്നാണ്, ആ ഒരു മൂടൽമഞ്ഞിൻ്റെ പേരിൽ നിന്നാണ് കേട്ടോ ഈ റോസ്മല എന്ന് പറയുന്ന പേരിലോട്ട് വന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് റോസ്മല എന്ന് പേര് വരാനായിട്ട് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഐലൻഡുകളിൽ, ഞാൻ പറഞ്ഞ ഈ ലവ് ഷേപ്പിൽ ഐലൻഡ്, ഇങ്ങനെയൊക്കെയുള്ള ഐലൻഡുകളിൽ, ഈ ഐലൻഡുകളെല്ലാം ഏകദേശം നമ്മളെ ഈ റോസാപ്പൂവിൻ്റെ ഇതളുകൾ പോലെ ആയിരിക്കുന്നു. അപ്പോൾ അതും ഈ ഒരു പേര് വരാനായിട്ട്, റോസ്മല എന്നുള്ള പേര് വരാനായിട്ടുള്ളൊരു കാരണമാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് റോസ്മലയുടെ വ്യൂ പോയിൻറ്റിലെ കാഴ്ചകൾ കേട്ടോ.
അപ്പോൾ ഞാനീ പറഞ്ഞത് മാത്രമല്ല റോസ്മല എന്ന് പേര് വരാനായിട്ട് കാരണം ഇവിടെ ഒരു ബ്രിട്ടീഷ് പ്ലാന്റർ, അദ്ദേഹത്തിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയുന്നില്ല കേട്ടോ. ഞാനത് ഇവിടെ ഉള്ള സ്റ്റാഫിനോട് ചോദിച്ചിട്ടും അവർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ പേര് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ താഴെ നോക്കി നടക്കാൻ പറ്റും, അതുകൊണ്ടാണ് ക്യാമറ ഇട്ട് നോക്കാത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രിട്ടീഷ് പ്ലാന്ററിൻ്റെ ഭാര്യയായിട്ടുള്ള പുള്ളിക്കാരിയുടെ പേര് റോസ്ലിൻ എന്നാണ്. അപ്പോൾ അവർ ഈ ഒരു ഭാഗത്താണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം റോസ്ലിൻ എന്തോ കൊല്ലപ്പെടുകയോ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് റൂമർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കിയത്. പിന്നെ ഇവിടെ റേഞ്ചും കാര്യങ്ങളൊക്കെ ലിമിറ്റഡാണ്, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. എന്തായാലും അപ്പോൾ അതുമായിട്ട് ഈ റോസ്ലിൻ എന്ന് പറയുന്ന പേരുമായിട്ട് ബന്ധപ്പെട്ടും റോസ്മല എന്ന പേര് വന്നതിന് കാരണമുണ്ട് എന്നും അവിടെയായിട്ട് ചെറിയ ചെറിയ സംഭവങ്ങൾ വിക്കിപീഡിയയിലൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മളിത് ആ റോസ്മലയിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. ആക്ച്വലി നമുക്ക് റോസ്മലയിൽ നമുക്ക് കാണുന്ന കാഴ്ചകളെക്കാളും, അതായത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കാഴ്ചകളെക്കാളും കൂടുതൽ അത് വളരെ പരിമിതമാണ് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. നമ്മൾ കാണാത്തതായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉൾ ഫോറസ്റ്റിലോട്ട് പോയിട്ട് കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ടെന്നാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഒന്നിൽ നമുക്ക് ഇവിടെ ഉള്ള ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലോട്ടൊക്കെ പോകാം. അല്ലാതെയൊക്കെ പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരുടെ പ്രോബ്ലം വരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കാണുന്ന കാഴ്ചകളിൽ, നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കാഴ്ചകളിൽ, ഒരു സാധാരണ ഒരു സഞ്ചാരിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കാഴ്ചകളിൽ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സ്ഥലം ഞാൻ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. പ്രത്യേകിച്ച് ബൈക്കേഴ്സിനാണെന്നുണ്ടെങ്കിലും ബൈക്കേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. നമ്മൾ ഈ വന്ന റൂട്ടൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് അടിപൊളി റൂട്ട്, അഡ്വഞ്ചറായിട്ടുള്ള കുറേ എക്സ്പീരിയൻസസ് നമുക്കവിടെ കിട്ടും. അടിപൊളിയാണ് കേട്ടോ. അത് എത്ര ഞാൻ പറഞ്ഞാലും അത് മനസ്സിലാവില്ല. വരുന്നത് ചിലപ്പോൾ ഒരുപാട് ഭാഗത്ത് കോൺക്രീറ്റ് റോഡല്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ വരാം. പക്ഷേ എന്നാലും ആ ഒരു വൈബ് നമുക്ക് കിട്ടുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ, ഉൾക്കാടിലൂടെ നമ്മൾ പൊന്മുടിയൊക്കെ പോകുന്ന സമയത്തൊക്കെ കിട്ടുന്നത് തന്നെയാണ് കേട്ടോ. അടിപൊളി വൈബ്. അത് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവും. പിന്നെ നമ്മൾ ഈ കയറി വരുന്നതിൻ്റെ ഇപ്പോൾ പുറകിൽ കാണുന്ന പോലത്തെ വഴി, ഈ ഒരു വഴിയിലൂടെയൊക്കെ പോകുന്നത് ചെറിയ രീതിയിലുള്ള ട്രക്കിങ്, ആർക്കും വളരെ എളുപ്പത്തിൽ തന്നെ. ഞാൻ ഈ സംസാരിച്ചുകൊണ്ട് ഈ ക്യാമറയെ കൊണ്ട് പോകുന്നത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ഏക്കലും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അല്ലെങ്കിൽ വളരെ സ്മൂത്തായിട്ട് തന്നെ പോവാം. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഒരു പ്രാവശ്യമെങ്കിലും വരിക. ഇത് വലിയ നമുക്ക് ഈ പറയുന്ന വളരെ റിസ്ക് ആയിട്ടുള്ള ഏരിയകളോ അല്ലെങ്കിൽ അത്രയും മൃഗങ്ങളൊക്കെ വന്നിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നത് അങ്ങനെയൊന്നുമില്ല. ഇലക്ട്രിക് ഫെൻസ് ഉണ്ട്, അത് ശരി തന്നെയാണ്, അത് പന്നിയുടെ ശല്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇപ്പോൾ ഈ ഒരു റോസ്മലയുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. മാക്സിമം വരാനായിട്ട് നോക്കുക. വളരെ വളരെ പീസ്ഫുള്ളായിട്ട് വന്നിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ ഒരു റോസ്മലയുടെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ. അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും വന്ന് നോക്കുക. എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.